ഇതാണ് ക്രിസ്റ്റൽ പർപ്പിൾ എന്ന് പറഞ്ഞ വിവോയുടെ Y28 5G. അതുപോലെ ഇതാണ് ഗിൽറ്റർ അക്വ എന്ന് പറഞ്ഞ വിവോയുടെ Y28 5G. ഈ രണ്ട് വേരിയൻറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കാണാവുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈനിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് ക്യാമറകളൊക്കെ വരുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ സിം ട്രേ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് യാതൊരുവിധ പോർട്ടുകളും കാണുന്നില്ല. റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ വോളിയം ബട്ടണിനും അതുപോലെ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് കാണാൻ കഴിയും. അടിഭാഗത്തോട്ട് വരികയാണെങ്കിൽ സ്പീക്കർ ഗില്ല്, അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ട്, അതുപോലെ മൈക്ക്, 3.5mm ഓഡിയോ ജാക്ക്, ഇതെല്ലാം നമുക്ക് അടി സൈഡിൽ കാണാൻ കഴിയുന്നുണ്ട്. കൂടുതലായിട്ട് ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ 186 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ ഭാരം വരുന്നത്. അതുപോലെ 8.9mm തിക്നെസ്സും IP54 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് പാനൽ വരുന്നത് പ്ലാസ്റ്റിക് ബാക്ക് പാനലാണ്. നമുക്ക് ഗ്ലാസ് ബാക്ക് പാനലൊന്നും കിട്ടുന്നില്ല. അതുപോലെ ഫ്രെയിം എല്ലാം വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.56 ഇഞ്ച് വരുന്ന ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഒരു വാട്ടർ ഡോപ്പ് നോച്ചിൻ്റെ ഡിസൈനിലാണ് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. 840 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് HD+ റെസൊല്യൂഷനെ കിട്ടുന്നുള്ളതെന്ന് പറയുന്നത് ഒരു പോരായ്മയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഫുൾ HD+ റെസൊല്യൂഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു 5G ഫോൺ എന്ന രീതിയിലും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബേസ് മോഡൽ എന്ന രീതിയിലും ആയതുകൊണ്ട് തൽക്കാലം കുഴപ്പമില്ല HD+ റെസൊല്യൂഷനിലാണെങ്കിലും. ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഫുൾ HD+ അറ്റ് 30 FPS ആണ് മാക്സിമം നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന വീഡിയോസ്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതിലും നമുക്ക് ഫുൾ HD+ അറ്റ് 30 FPS ആണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. Y28ൻ്റെ ഒരു പ്രൊസസ്സറിലോട്ട് വരികയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 6020 എന്ന് പറഞ്ഞ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. പവർഫുൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈ എൻഡ് ഗെയിമിംഗ് ഒന്നും നമുക്ക് പറ്റില്ല. ഒരു 5G പ്രൊസസ്സർ എന്ന രീതിയിൽ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. എന്നാലും നല്ല അത്യാവശ്യം തരക്കേടില്ലാത്തൊരു നല്ലൊരു പ്രൊസസ്സറാണ്. ഡേ ടു ഡേ ലൈഫിൽ യാതൊരുവിധ ലാഗോ ഹാങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്രൊസസ്സർ എന്തായാലും വിവോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2.2 GHz ക്ലോക്ക് സ്പീഡ് വർക്ക് ചെയ്യുന്ന ഒരു മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 6020 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. യൂസ് ഓഫ് 2.2 സ്റ്റോറേജ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും ടൈപ്പ് സി ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജർ ആയതുകൊണ്ട് തന്നെ 15 വാട്ട് മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ വരുന്ന പോലെ 30 വാട്ടോ 40 വാട്ടോ അങ്ങനെയൊന്നും കൂടിയ ചാർജിങ് വരുന്നില്ല. സാധാരണ നോർമൽ 10 വാട്ട് എന്ന രീതിയിൽ തന്നെ 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ട് എന്നല്ലാതെ വേറെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. 3.5mm ഓഡിയോ ജാക്ക് എന്തായാലും ഇതിൽ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ്. Wi-Fi 4 ആണ്. 5G സപ്പോർട്ട് ഉണ്ട് എന്നാണ് എടുത്തു പറയേണ്ടത്. സൈഡ് ഫിംഗർ പ്രിൻറ്റ് ആണ് സെൻസറൊക്കെ വരുന്നത്. പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. വേറെ കാര്യമായിട്ടുള്ള ഒരു നോർമൽ ഫോൺ എന്ന രീതിയിലല്ലാതെ എടുത്തു പറയത്തക്ക രീതിയിലൊന്നും വരുന്നില്ല. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 6020 ഇതാണ് എടുത്തു പറയേണ്ട ഒരു പ്രൊസസ്സർ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ. അപ്പോൾ ഒരു 4GB റാം 128GB പ്രൈസാണ് 14,000 രൂപ. അതുപോലെ ഇത് 4GB റാം ഉണ്ട്, 6GB റാം ഉണ്ട്, 8GB റാം വേരിയൻറ്റും ഉണ്ട്. അതുപോലെ 128GB സ്റ്റോറേജ്, 256GB സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4GB റാം 128GB പ്രൈസ് വരുന്നത് 14,000 രൂപയാണ്. അപ്പോൾ 14,000 രൂപയ്ക്ക് ഒരു 5G ഫോൺ വേണം എന്നുള്ളവർക്ക് എടുക്കാം. എന്നല്ലാതെ കൂടിയ ഫീച്ചേഴ്സ് വേണമെന്നുള്ളവർക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്നാലും ജസ്റ്റ് ഒരു 5G ഫോൺ വേണം, അത്യാവശ്യം ഡിസ്പ്ലേ, അത്യാവശ്യം ക്യാമറ എന്നൊക്കെ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു വിവോയുടെ Y28 5G എടുക്കാവുന്നതാണ്. അപ്പം നിലവിൽ നിങ്ങളൊരു Y28 യൂസറാണ്, നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എടുക്കാൻ പോകുന്നവർക്കൊക്കെ അതൊരു വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കാനിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.